നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അങ്ങനെ LBSന്റെ ഡേറ്റുകൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണല്ലോ. ജൂലൈ മാസം 8-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷന്റെ ഡേറ്റുകൾ നീട്ടി നൽകിയിരിക്കുന്നത്. ഇതുവരെയും LBSലേക്ക് അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. LBSൽ പറഞ്ഞേക്കുന്ന അനുസരിച്ച് 8-ാം തീയതി വരെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 10-ാം തീയതി വരെ നമുക്ക് ആപ്ലിക്കേഷൻസ് കൺഫർമേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാം ആപ്ലിക്കേഷൻസ് നൽകിയ ശേഷം കൺഫർമേഷൻസ് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. കൺഫേം ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിരവധി കുട്ടികളുടെയും സ്റ്റാറ്റസുകൾ വെരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ പല ആപ്ലിക്കേഷൻസും റിജക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ പലരുടെയും റിസർവേഷനുകൾ കാര്യങ്ങളെല്ലാം ഡിസേബിൾ ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസൽ ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി കറക്ഷൻ ടൈം അത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേങ്കിൽ 2-ാമത്തെ ആഴ്ച മുതൽ കറക്ഷൻ ഡേറ്റുകളായിട്ട് കറക്ഷൻ വിൻഡോ 3 ദിവസത്തേക്കൊക്കെ ഓപ്പൺ ആക്കി ഇടാറുണ്ട്. ആ ഒരു സമയത്ത് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് റിജക്റ്റ് ആയേക്കുന്നത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻസിന് റിജക്ഷൻസ് വന്നിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് റിമാർക്സ് നോക്കിയാൽ പരിശോധിക്കാവുന്നതാണ്. അത് മനസ്സിലാക്കി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ റെഡിയാക്കി വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഈ കറക്ഷൻ ടൈമിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓഗസ്റ്റ് മാസം ആദ്യത്തേക്കായിരിക്കും മിക്കവാറും റാങ്ക് ലിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം ഈ ഒരു 10-ാം തീയതി വരെ കൊണ്ട് കഴിയുന്ന ആപ്ലിക്കേഷൻസ് കഴിഞ്ഞതിന് ശേഷം കറക്ഷൻ വിൻഡോസും എല്ലാം കഴിഞ്ഞ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകളൊക്കെ താമസിയാതെ തന്നെ, അതായത് ഏകദേശം 3-ാമത്തെ ആഴ്ചയോടുകൂടി ഇടുന്നതായിരിക്കും. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ മാർക്കുകളെല്ലാം, അതായത് 2026+2 കേരള സിലബസിൽ പഠിച്ച കുട്ടികളുടെ എല്ലാ മാർക്കുകൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും അത് നമുക്ക് പ്രൊഫൈൽ പേജിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും LBSുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരിക. ഇതുവരെയും LBSൽ ആപ്ലിക്കേഷൻ നൽകാത്ത കുട്ടികൾ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ LBSൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ റിസർവേഷനുകൾ ഉണ്ടോ, ഏതൊക്കെ പ്രൊവിഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ, ഉദാഹരണമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള റിസർവേഷൻസ് ഉണ്ടാകാം, സ്പോർട്സ്, NCC, എക്സ് സർവീസ്മെൻ അങ്ങനെയുള്ള കോട്ടാസിലേക്കുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ടുണ്ടാകാം. അത് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനായിട്ട്. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ നൽകിയ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അല്ല വെരിഫിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി എന്തെങ്കിലും റിമാർക്സ് വന്നിട്ടുണ്ടോ, അല്ല പ്രൊവിഷണലി അക്സെപ്റ്റഡ് ആണ് എന്നുള്ളത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. വരാത്ത കുട്ടികൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെയും ആപ്ലിക്കേഷൻസ് അവർ മാനുവലായിട്ട് ചെക്ക് ചെയ്യുകയും എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പർ ആണെന്ന് പരിശോധിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് അപ്രൂവൽസ് നൽകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സമയം കൂടെ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. സാധാരണ രീതിയിൽ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ ഈ ഒരു വെരിഫിക്കേഷൻ നടപടികൾ മുന്നോട്ട് പോകാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മിക്കവാറും കറക്ഷൻ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കുകയും ബാക്കിയുള്ള അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടനെ കാണാം. നന്ദി.